മങ്കൂസ് മൗലിദ് പഠന ക്ലാസ്, ഇത് 5ാമത്തെ ക്ലാസ്സാണ്. അപ്പോ 4 ക്ലാസ്സും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ടു മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 5ാമത്തെ ക്ലാസ് മങ്കൂസ് മൗലിദിന്റെ ആ കിതാബ് നിങ്ങളെ കയ്യിലുണ്ടാവുമല്ലോ. അത് നിങ്ങൾ പിടിച്ചോളി. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി ആണ് ഇന്ന് എടുക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എവിടെയെന്ന് നിങ്ങൾക്ക് അറിയോ? ഇനി എവിടെ വെച്ചാണ് പറയാൻ പോകേണ്ടത്? قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഇതാണ് ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് പറയും, മൊത്തത്തിൽ പറയും, പിന്നെ ഓരോന്നിന്റെ അർത്ഥം പറയും. അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രവാചകർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അല്ലെ? ഓരോന്നിന്റെ അർത്ഥം പിന്നെ പറയാം. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത്, പ്രയാസം ഉണ്ടാകുന്നത് അവിടത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വിഷമമാണ്, വലിയ പ്രയാസമാണ്. നിങ്ങളുടെ മേൽ അതീവ താല്പര്യവും മുഅ്മിനീങ്ങളോട് വലിയ ദയാലുവും കാരുണ്യമുള്ളവരുമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ആ ആയത്തിന്റെ അർത്ഥം. ഇത് തൗബ സൂറത്തിലെ ആയത്താണ്. അത് എന്റെ വിശദീകരണം നമ്മൾ ശേഷം പറയും. ഇല്ല, മങ്കൂസ് മൗലിദിൽ ഇല്ല, ഇത് ഈ ആയത്തില്ലേ? അതെ. ഇനി നമ്മള് ഓരോന്നിന്റെ അർത്ഥം പറയാണ്. ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പറഞ്ഞു, ലഖദ് ജാഅകും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത്, പ്രയാസമുണ്ടാകുന്നത് അവിടത്തേക്ക് വലിയ വിഷമമാണ്, വലിയ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അതീവ താല്പര്യമുള്ളവരാണ്, തൽപരരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വലിയ ദയാലുവും കാരുണ്യമുള്ളവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇത് ഖുർആനാണ്. സൂറത്തു തൗബയിലെ 128ാമത്തെ ആയത്താണിത്. എത്രാമത്തെ? 128. 128. 128ാമത്തെ ആയത്താണ്. പ്രബലമായ അഭിപ്രായമനുസരിച്ച് സൂറത്ത് തൗബയിലെ തുടക്കത്തിലും ഇടയിലും ബിസ്മി ഓതൽ സുന്നത്തില്ല. മറ്റുള്ള സൂറത്തിന് ബിസ്മി ഓതൽ സുന്നത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ മറ്റുള്ള സൂറത്ത്.
അതേസമയം ഇത് സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്താണ് നമ്മളിപ്പോ ലഖദ് ജാഅക്കും എന്ന ആയത്ത്. അപ്പൊ ഈ ആയത്തിൽ സൂറത്ത് തൗബയിലെ ഈ സൂറത്തു തൗബ അതിന്റെ ഓതുന്നതിന്റെ തുടക്കത്തിലും ഇടയിലും എന്തില്ല? ബിസ്മി ഓതൽ സുന്നത്തില്ല. അതുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചേർത്തി ഓതുന്നതാണ് നല്ലത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅക്കും ബിസ്മി ഓതേണ്ടതില്ല. അങ്ങനെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം തന്റെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഗോത്രക്കാർക്കുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് തൗബ സൂറത്തിലെ അവസാന 2 ആയത്തുകൾ. ഈ ആയത്ത് അള്ളാഹുവിന്റെ അഭിസംബോധന, അള്ളാഹു സംവദിക്കുന്നത് ആ നാട്ടുകാരോടാണെങ്കിലും അവിടുത്തെ നാട്ടുകാരോടാണ്. അങ്ങനെയാണെങ്കിലും പക്ഷേ അത് അന്ത്യനാള് വരെ വരുന്ന, ഖിയാമത്ത് നാള് വരെ വരുന്ന ആളുകളോട് ഇതിന്റെ സന്ദേശം ചേരുന്നുണ്ട്. ഇത് ഖിയാമത്ത് നാള് വരെ വരുന്ന ആളുകളോടുള്ള അഭിസംബോധനയാണ്. അന്ന് അവിടത്തെ നാട്ടുകാരോടും കുടുംബക്കാരോടും ഗോത്രക്കാർക്കുമായിട്ട് അവതരിപ്പിച്ചതാണെങ്കിലും അതിന്റെ മൊത്തത്തിൽ ഖിയാമത്ത് നാള് വരെ വരുന്ന ഇത് അങ്ങനെയാണല്ലോ ഖുർആൻ. അങ്ങനെയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയാണ്, അനർബിയല്ല. മനുഷ്യനാണ്. അതേസമയം ജിന്നിലോ മലക്കുകളിലോ പെട്ടവരല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു, ഇതിന്റെ വിശദീകരണം പറയാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് വേദനിക്കുമ്പോൾ മദീനയിൽ നിന്നും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ? നിങ്ങൾ വിശ്വാസികളും വിജയികളുമാവാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മക്കയിലെ മാമലകൾ മുഴുവനും സ്വർണവും വെള്ളിയുമായി നിറച്ച് തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ വേണ്ടെന്നായിരുന്നു അവിടുത്തെ മറുപടി. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, അതുപോലെ പട്ടിണിയിലായി ജീവിച്ചത്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുമ്പല്ല് പൊട്ടിയത്, തിരുശരീരത്തിൽ നിന്ന് രക്തം ഒഴുക്കിയത് എല്ലാം നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളോട് വലിയ കാരുണ്യവും അതുപോലെ ദയ, സ്നേഹമുള്ളവരുമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹസൻ ഇബ്നു ഫളൽ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്നു, റഊഫ് റഹീം എന്ന 2 സ്ഥാനപ്പേരും അല്ലാഹു ജല്ല ജലാലു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ മറ്റാർക്കും നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ പേരാണ്, അസ്മാഉൽ ഹുസ്നയിൽ ഉള്ളതാണ്. ഈ അള്ളാഹുവിന്റെ ഈ പേര്, ഇത് ഹബീബായ തങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വലിയ
സന്തോഷത്തിലായിരിക്കുന്ന സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത തിളക്കം, അതുപോലെ നല്ല പ്രഭ. ഇത് കണ്ട ആയിഷ അസ്-സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ അവസരം മുതലെടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ, നീ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതും രഹസ്യവും പരസ്യവും എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ നാഥാ എന്ന് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഓ ആയിഷ, ഞാൻ നിനക്ക് ദുആ ചെയ്ത് തന്നപ്പോ വല്ലാത്ത സന്തോഷായല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വളരെ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഓ അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവായ ഹബീബായ തങ്ങളെ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അങ്ങ് ദുആ ചെയ്തു തന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? പിന്നെ ഞാൻ എങ്ങനെ ആനന്ദിക്കാതിരിക്കും? പിന്നെ ഞാൻ എങ്ങനെ ആഹ്ലാദിക്കാതിരിക്കും? ഞാൻ എങ്ങനെ പിന്നെ ചിരിക്കാതിരിക്കും? എന്നാൽ പറയാണ്, ഹബീബായ തങ്ങൾ പറയാണ്, എന്നാൽ അറിയണേ ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലാഹുവാണ് സത്യം, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ദുആ ചെയ്തതുപോലെ എന്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നിസ്കാര ശേഷവും ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയത്. നമുക്കും വളരെ 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 അധികം സന്തോഷിക്കുന്ന ഒരു മറുപടിയാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഉമ്മത്തുകൾക്ക് വേണ്ടി എല്ലാ നിസ്കാര ശേഷം ഇതുപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് ദുആ ചെയ്ത് കൊടുത്തതുപോലെ ദുആ ചെയ്യാറുണ്ട് എന്ന് സാദിഖുൽ മസ്തൂഖ്, ഒരിക്കലും കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത, കളവ് എന്താണെന്ന് അറിയുക പോലും ചെയ്യാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആയിഷ അസ്-സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. സന്തോഷിക്കാം അല്ലേ? കാലങ്ങൾക്ക് മുന്നേ ഓരോ നിസ്കാര വേളയിലും മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ മദീനയിൽ നിന്ന് വിഷമിക്കുന്ന, വേദനിക്കുന്ന, നമ്മൾ ഒരു നന്മ ചെയ്താൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന, നമുക്ക് ശഫാഅത്തിന് വേണ്ടി താണുകേണ് അപേക്ഷിക്കുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നല്ല രൂപത്തിൽ അതിരറ്റ് സ്നേഹിക്കുകയും സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാം ഇപ്പോൾ ചർച്ച ചെയ്ത ഈ ആയത്തിന് തൊട്ടടുത്ത് വരുന്ന ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്തിനും വലിയ മഹത്വമുണ്ട്. രാവിലെയും വൈകുന്നേരവും ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ, അല്ലെങ്കിൽ ഓതിയാൽ ആ രാത്രിയിലോ അതുപോലെ പകലിലോ അവൻ കൊല്ലപ്പെടുകയോ ആ ദിവസം അവൻ മരിക്കുകയോ ഒരാളും അവനിലേക്ക്
ആക്രമിക്കാൻ വേണ്ടി അടുക്കുകയോ ചെയ്യുകയില്ല എന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രണ്ടായത്തിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. ഈ രണ്ടായത്തുകൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് പാരായണം ചെയ്താൽ വലിയ പവറാണ്. ഇതിൻ്റെ പവർ കുറേ ഉണ്ട്. ഇത് എല്ലാ നിസ്കാര ശേഷവും നമ്മൾ 1 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം എല്ലാ നിസ്കാര ശേഷവും ഇതിങ്ങനെ ഓതിയാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅക്കും റസൂൽ, പിന്നെ റബ്ബുൽ അർശിൽ അദീം, അതുവരെ ഈ രണ്ടായത്തുകൾ എല്ലാ നിസ്കാര ശേഷം അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങനെ ഓതിയാൽ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുമെന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെല്ലുമ്പോൾ നമ്മൾ നല്ല മനുഷ്യനായി മാറുമ്പോൾ തെറ്റിൽ നിന്നെല്ലാം മാറും. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യന്മാരായി മാറും. അപ്പോൾ ഹബീബായ തങ്ങളെ കാണും. അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ദലായിലുൽ ഖൈറാത്തിന്റെ ശറഹായ തഫ്രീജുൽ ഖുറൂബ് അബ്ദുൽ മുഅ്തി അസ്സംലാവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആരിഫീങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാൻ 70 വയസ്സായപ്പോൾ 70 വയസ്സായപ്പോൾ ഈ ആയത്തുകൾ ഓതാൻ തുടങ്ങിയത് 70 വയസ്സായപ്പോഴാണ്. അങ്ങനെ 60 വർഷം കൂടി ആയസ്സോടെ, അപ്പോ 130 വയസ്സ് വരെ അദ്ദേഹം വീണ്ടും ജനിച്ചു. അങ്ങനെ അല്ലാഹു ജല്ല ജലാലു റൂഹ് പിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയാണ്, ഓ മനുഷ്യ, എത്ര കാലമായി നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പേടിച്ച് ഓടിപ്പോകുന്നത്? നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് കടന്നു വരേണ്ടയോ എന്ന് മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ മഹാൻ ഈ ആയത്ത് ഓതുന്നത് അവസാനിപ്പിക്കുകയും അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് പകരം നൽകാൻ പാപികളായ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ആ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. അതിന് ഈ മങ്കൂസ് മൗലിദ് പഠനം ഒരു സബബാക്കട്ടെ, ഒരു കാരണമാക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഇപ്പൊ ഇനി ബാക്കി നാളെ അല്ലേ വറുബിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തുടങ്ങുന്ന അത് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ.